എങ്ക പാത്താലും എപ്പടി പാത്താലും രതീഷ്. ഹോട്ട്സ്റ്റാറിൽ പോയിട്ടുണ്ടെങ്കിൽ ലൈവിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് രതീഷാണ്. ഏഷ്യാനെറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ എപ്പിസോഡ് വരുമ്പം അതിലും നിറഞ്ഞു നിൽക്കുന്ന രതീഷാണ്. യൂട്യൂബിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെയും രതീഷാണ്. കാരണം രതീഷാണ് ബിഗ് ബോസ് സീസൺ 6-ലെ ദ റിയൽ കണ്ടന്റ് മേക്കർ എന്നാണ് ബിഗ് ബോസ് ഹൗസിലുള്ള ആളുകൾ ഉൾപ്പെടെ പറയുന്നത്. അവരൊരു നെഗറ്റീവ് ഷെയ്ഡിലാണ് പറയുന്നതെങ്കിലും അങ്ങനെ പറയുന്നത്. അപ്പം ഈ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്ന ഈ കണ്ടന്റ് കിങ് തന്നെ ഇപ്പോൾ ഹൗസിലുള്ളവർക്ക് ഒരു കണ്ടന്റായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഡേ 3 ആണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. 19 കണ്ടസ്റ്റന്റുമായിട്ടുള്ള ഡേ 3 ബിഗ് ബോസ് സീസൺ 6. അപ്പൊ ഇപ്പോഴത്തെ ലൈവ് അപ്ഡേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രതീഷിനെതിരെ ഒരു സെക്ഷൽ അസാൾട്ട് വന്നിരിക്കുകയാണ്. ഒരു സെക്ഷൽ വയലേഷൻ ഒരു പരാതി വന്നിരിക്കുകയാണ് ബൈ സുരേഷ്. ആക്ച്വലി സുരേഷ് ഈ ഒരു പ്രശ്നം പറയാനായിട്ടുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രതീഷ് കഴിഞ്ഞ ദിവസം ഇമോഷണലി വീക്കായിരിക്കുന്ന ഒരു സമയത്ത് സുരേഷിന്റെ അടുത്ത് പോയിട്ട് ഹഗ് ചെയ്യുകയോ ആ ഒരു ഇമോഷൻസ് പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു ടൈമിൽ രതീഷിന്റെ ആ ഒരു ടച്ചും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു ഇന്റൻഷൻ ഓക്കെ ആയിരുന്നില്ല, ഇന്റൻഷൻ റെഡി ആയിരുന്നില്ല എന്നുള്ള ഒരു ഇതിലാണ് സുരേഷ് ആക്ച്വലി ഒരു കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഒരുമിച്ച് സംസാരിക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ബിഗ് ബോസ് സുരേഷിനോട് സംസാരിക്കാനായിട്ട് പറയുന്ന ഒരു ടൈമിലാണ് സുരേഷ് ഈ ഒരു കാര്യം പറയുകയുണ്ടായത്. ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നൊരു കാര്യമായിരുന്നു ഇത് എങ്കിൽ പോലും ഈ ഒരു ടൈമിൽ പുള്ളി പറയുന്നതിന് പുള്ളിക്ക് ഒരു റീസൺ ഉണ്ട്. പുള്ളി പറയുന്നത് ഇതിനെ പറ്റിയിട്ട് പുള്ളിയുമായിട്ട് രതീഷുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ ചെല്ലുന്ന സമയത്ത് പുള്ളി അതിന് ഓക്കെ ആയിട്ടില്ല, വില്ലിങ് ആയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ. രതീഷ് ഓൾവേസ് ലൈക്ക് റേഡിയോ ആണ്. ഇങ്ങോട്ടേക്ക് മാത്രമേ ഉള്ളൂ, അങ്ങോട്ടേക്ക് അയാൾ ഒന്നും കേൾക്കാൻ റെഡിയല്ല. അതുകൊണ്ടിട്ട് സുരേഷ് പോയി പറയുന്ന സമയത്ത് അയാൾ അത് കേട്ടിട്ടില്ല. അപ്പം ഇങ്ങനൊരു പ്രശ്നം ഇത് നമ്മൾ അതിലേക്ക് ആ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്ന സമയത്ത് എല്ലാവരും ഒരു എഗ്രിമെന്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഈ ഒരു വയലേഷന്റെ കാര്യം ഒരു നിയമപരമായിട്ട് വരുമ്പോൾ ഈ ഒരു കംപ്ലൈന്റ് ജെൻസ് ടു ജെൻസ് ഒരു ആപ്ലിക്കബിൾ ആവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് സുരേഷ് ചോദിക്കുകയുണ്ടായി. ബിഗ് ബോസ് അതിനൊരു മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ പോലും സുരേഷ് അപ്പോൾ ആ ഒരു ടൈമിൽ അങ്ങനെ ഒരു കാര്യം പറയുകയുണ്ടായി. അതിന് എനിക്ക് തോന്നുന്നത് അതിന് വേറൊരു റീസൺ കൂടി ഉണ്ടാവണം. കാരണം കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ്, അതായത് ഇന്നലത്തെ എപ്പിസോഡ് ഡേ 2 എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ജാൻമണി രതീഷിന്റെ അടുത്ത് വന്നിട്ട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുവെന്നോ അല്ലെങ്കിൽ വേറൊരു എന്തോ സംസാരിക്കാനായിട്ട് കുറച്ച് അടുത്ത് ഇടപെടാൻ ചെന്ന സമയത്ത് അതിനെ വലിയൊരു കാര്യമാക്കി പിടിച്ചുകൊണ്ട് വേറൊരു രീതിയിലേക്ക് ഒരു കണ്ടന്റ് ആയിട്ട് തന്നെയാണ് അയാളത് പ്രസന്റ് ചെയ്തതെങ്കിൽ പോലും വേറൊരു രീതിയിലേക്ക് ജാൻമണിക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കുന്ന രീതിയിൽ അയാൾ അവിടെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹൗസ് മേറ്റ്സ് എല്ലാവരും ഇടപെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഒരു സംഭവം അവിടെ നിൽക്കെ എന്തുകൊണ്ട് സുരേഷിനോട് രതീഷ് ഇടപഴകിയ ഒരു രീതി കറക്റ്റ് ആകും എന്നുള്ളതാണ് അവിടെയുള്ള ബാക്കിയുള്ളവരെല്ലാവരും ചോദിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് ഈ ഒരു കംപ്ലൈന്റ് ഉയർത്തിയ സമയത്ത് രതീഷ് ഒബ്വിയസ്ലി ക്വിറ്റ് ചെയ്യുകയാണ്, ബിഗ് ബോസിൽ നിന്ന് ക്വിറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു മീറ്റിംഗ് ഒക്കേഷനിൽ നിന്നും എണീറ്റ് പോവുകയും റൂമിലേക്ക് പോയി പുള്ളിയുടെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു സമയത്തും ആരും സത്യം പറഞ്ഞ ഹൗസ് മേറ്റ്സ് ആരും തന്നെ പുള്ളിക്ക് ഒരു വില കൊടുക്കുന്നില്ല. ഒരു പുല്ല് വില നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. ആ ഒരു സമയത്ത് അങ്ങനെ നിൽക്കുമ്പോഴും ഇതിനു മുന്നേ രാവിലെ ആക്ച്വലി രതീഷും ജാസ്മിൻ ജാഫറും തമ്മിൽ വലിയൊരു ഇഷ്യൂ നടന്നിട്ടുണ്ട്. ജാസ്മിന്റെ മുഖം മൂടി വലിച്ചൂരി എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു രതീഷ് ആ വീട്ടിൽ കൂടെ നടന്നിട്ടുണ്ടായിരുന്നത്. അത് അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവലായിരുന്നു. കോൺഫ്ലിക്റ്റ് ഉണ്ടായ സമയത്ത് ജാസ്മിൻ്റെതായ നിലപാട് പറയുമ്പോൾ ഇന്നലെ വരെ നീ എൻ്റെ പെങ്ങളായിട്ട് നിന്നിട്ട് ഇപ്പോൾ നീ എനിക്ക് എതിരെ വന്നു എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ടിട്ടാണ് അയാൾ അത് പറയേണ്ടായത്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പം എല്ലാവരും ചോദിക്കുന്നത് അയാൾ എല്ലാവരെയും ഇങ്ങനെ ട്രിഗർ ചെയ്ത് എല്ലാവരുടെയും കുറ്റം കണ്ടുപിടിക്കുന്ന സമയത്ത് അയാൾക്കെതിരെ ഇങ്ങനൊരു തിരിച്ചടി വരുമെന്ന് അയാളൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ എല്ലാവരും പറയുന്നത്. ജാസ്മിനും ഈ ഒരു കാര്യത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സംസാരിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ജാസ്മിൻ ഒരു പവർഫുൾ കണ്ടസ്റ്റന്റ് ആയിട്ട് തന്നെ വീണ്ടും വരുന്നുണ്ട്. അതുപോലെ പവർ ടീമിനാണ് വീടിന്റെ പരമോധികാരം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടീം ആ ഒരു കാര്യങ്ങളൊക്കെ മിസ്യൂസ് ചെയ്യുകയും അവരുടെ പേഴ്സണൽ ഗ്രഡ്ജ് അവിടെ തീർക്കാനായിട്ട് നോക്കുന്നതൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈവിൽ ഇതൊക്കെ തന്നെയാണ് അപ്ഡേറ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ രതീഷിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ അടുത്ത് ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ബിഗ് ബോസ് അതിനൊരു മറുപടി കൊടുക്കുകയോ അതിനകത്തേക്കൊരു ബിഗ് ബോസ് ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്തിട്ടില്ല. അയാൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഹൗസ് മേറ്റ്സ് ഒക്കെ വന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആരും അയാളെ അനുനയിപ്പിക്കാനായിട്ട് നോക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ ഹൈലൈറ്റ്. കാരണം എല്ലാവർക്കും ഇയാൾ ഇങ്ങനൊരു സ്ക്രീൻ സ്പേസ് പിടിച്ചു വാങ്ങുന്ന ഒരാളായതുകൊണ്ട് തന്നെ അയാളുടെ സ്ക്രീൻ സ്പേസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കുള്ള ചാൻസ് അത്രയും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാവും കണ്ടസ്റ്റൻസ് ആരും തന്നെ അധികം അതിനകത്തേക്ക് ഇടപെടുന്നില്ല. പക്ഷേ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നിൽക്കുന്ന സമയത്തും അയാൾ
വളരെ കോൺഫിഡൻസോടെ അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസോടെ പറയുന്നത് എൻ്റെ പ്രേക്ഷകരെ എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ പ്രേക്ഷകർ ഒരിക്കലും എന്നെ ഇവിടെ നിന്നും പുറത്ത് വിടില്ല എന്നുള്ളതാണ്. ഞാൻ ഈ വീട്ടിൽ എന്നും ഉണ്ടാകും, ഞാൻ എന്തൊക്കെ ചെറ്റത്തരം ഇവിടെ ചെയ്താലും ഞാൻ ഈ വീട്ടിലുണ്ടാകും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത്. പക്ഷേ ആരും ഹൗസ് മേറ്റ്സ് ആരും തന്നെ വില വെക്കുന്നില്ല. ഇനിയിപ്പോൾ ബിഗ് ബോസിന്റെ തീരുമാനം എന്താകുമെന്ന് അറിയില്ല. പക്ഷേ ഒബ്വിയസ്ലി ബിഗ് ബോസ് അയാളെ പുറത്ത് വിടാനൊന്നും പോകുന്നില്ല. കാരണം അങ്ങനൊരു കണ്ടന്റ് മേക്കറിനെ ബിഗ് ബോസിന് ആവശ്യമാണ്, ഏഷ്യാനെറ്റിന് അവരെ ആവശ്യമാണ്. അതുകൊണ്ടിട്ട് അതിലൊരു തീരുമാനം എടുത്ത് അനുനയിന ചർച്ചയിലൂടെ തീരുമാനം എടുക്കാം എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഒന്നിലേക്കും പോവില്ല എന്നതാണ് തോന്നുന്നത്.